ഇത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ലൈബീരിയയിൽ ഉള്ള ക്രൂ എന്ന ഗോത്രം. ഇവിടെ ഒരു ബാലൻ ജീവിച്ചിരുന്നു, പേര് കബു. ആ ഗോത്രത്തലവൻ്റെ മകനും അടുത്ത അവകാശിയുമായിരുന്നു കബു. അവൻ്റെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. ആ നാടും അവൻ്റെ സാഹചര്യമെല്ലാം വളരെ സമാധാനപൂർണമായിരുന്നു, ഒരു യുദ്ധമുണ്ടാകുന്നതുവരെ. എതിർഗോത്രം ഇവർക്കെതിരെ യുദ്ധം ചെയ്തു, അവരെ ആക്രമിച്ചു. വീടുകൾ തീക്കിരയാക്കി, അനേകർ മരിച്ചു വീണു. അങ്ങനെ അവർ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും മറ്റുള്ളവരുടെ മുൻപിലൂടെ അവർ കബുവിനെ പിടിച്ചുകൊണ്ടുപോയി. അവർ അവനെ രാജാവിൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു. കൊണ്ടുപോയി അടിമവേല ചെയ്യിച്ചു, മരത്തിൽ കെട്ടിയിട്ട് ഉപദ്രവിച്ചു. മോചനദ്രവ്യത്തിനായി എല്ലാം കബുവിൻ്റെ പിതാവിൽ നിന്ന് രാജാവ് കൈക്കലാക്കി. എന്നിട്ടും രാജാവിന് തൃപ്തിയായില്ല. പിതാവിന് അവൻ്റെ മോചനത്തിനായി കൊടുക്കുവാൻ ഇനി ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അങ്ങനെ നിസ്സഹായനായി അവനെ ഓർത്ത് അവൻ്റെ പിതാവും അവൻ്റെ ആളുകളും വിലപിച്ചു. ദിനവും ഉപദ്രവങ്ങളേറ്റ് അവൻ തളർന്നുകൊണ്ടിരുന്നു. അവന് മരണം മാത്രമായിരുന്നു മുൻപിലുണ്ടായിരുന്നത്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇനി അവന് അറിയാം, അവൻ മരണപ്പെടാൻ പോകുകയാണ്. അങ്ങനെ രാജാവ് മോചനദ്രവ്യം ലഭിക്കാത്തതിൻ്റെ പേരിൽ അവസാന നടപടിയായി മരണം അവന് പ്രഖ്യാപിച്ചു. അതിനുള്ള ചടങ്ങുകൾ അവിടെ ആരംഭിച്ചു. ഈ കുഴിയിലാണ് അവൻ്റെ മരണം. എങ്ങനെയെന്നാൽ ഒരു മനുഷ്യനെ ആ കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് മണ്ണുകൊണ്ട് കഴുത്തറ്റം മൂടും. അവൻ്റെ കഴുത്ത് വരെ മണ്ണുകൊണ്ട് മൂടിയിട്ട് അവൻ്റെ വായിലേക്ക് മധുരമുള്ള ഒരു ദ്രാവകം ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ ഗന്ധമറിഞ്ഞിട്ട് മനുഷ്യൻ്റെ മാംസം തിന്നുന്ന ഉറുമ്പുകൾ വരികയും മനുഷ്യനെ ആക്രമിക്കുകയും മാംസം തിന്ന് അവനെ കൊല്ലുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അവർ മനുഷ്യനെ കൊന്നിരുന്നത്. ആ മരണത്തിനു വേണ്ടിയാണ് കബുവിനെയും രാജാവ് ഏൽപ്പിച്ചത്. അങ്ങനെ അവനെ കൊല്ലുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അവന് മനസ്സിലായി, ഇനി വേറെ വഴിയില്ല. മരണം അവൻ്റെ അടുത്ത് തൊട്ട് മുൻപിൽ നിൽക്കുകയാണ്. നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ രാത്രി അത് സംഭവിച്ചു. മുകളിൽ നിന്ന് ഒരു പ്രകാശം അവനിലേക്ക് വന്നിറങ്ങി. എന്നിട്ട് അവൻ്റെ കെട്ടുകളെ അഴിച്ചു. അവൻ്റെ ശരീരത്തിലെ മുറിവുകളെ നിമിഷങ്ങൾക്കുള്ളിൽ സൗഖ്യമാക്കി. അവൻ്റെ തളർന്നിരുന്ന അവൻ്റെ ശരീരത്തെ ആരോഗ്യപൂർണമാക്കി. എന്നിട്ട് ആ പ്രകാശത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഓടുക, നീ ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നതായി അവൻ കേട്ടു. അത് കേട്ട ഉടനെ അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ തുടങ്ങി. മറ്റുള്ളവർ കാണാതെ വണ്ണം ദൈവം മറ്റുള്ളവരുടെ കണ്ണുകളെ അടച്ചു. അവൻ കൊടും കാട്ടിലൂടെ ആ പ്രകാശത്തിനൊപ്പം ഓടുവാൻ തുടങ്ങി. ആ കാട്ടിൽ അവന് വഴികാട്ടിയായിരുന്നത് അവനൊപ്പമുള്ള ആ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൻ്റെ വഴിയെ അവൻ സഞ്ചരിക്കുവാൻ തുടങ്ങി. ദിനരാത്രങ്ങൾ അവൻ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരുന്നു. വന്യമൃഗങ്ങളൊന്നും അവനെ ഉപദ്രവിക്കാതെ ദൈവം അവയെ അവനായി നിയന്ത്രിച്ചിരുന്നു. കാട്ടിലെ പഴങ്ങൾ അവൻ ആഹാരമായി. യാത്ര തുടർന്ന് ക്ഷീണിക്കുമ്പോൾ അവൻ വലിയ മരങ്ങളുടെ തണലിൽ കിടന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ആ പ്രകാശം അവനെ നയിച്ചിരുന്ന വഴിയിലൂടെ അവൻ ഓടുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ഗ്രാമം അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. അവന് പ്രതീക്ഷയായി, അവന് സന്തോഷമായി. അവൻ അവിടേക്ക് ഓടിച്ചെന്നു. അവന് മനസ്സിലായി, ഇത് ഏതോ വെള്ളക്കാർ താമസിക്കുന്ന ഇടമാണെന്ന്.
അവനെ കണ്ടിട്ട് അവർ അവനെ സ്വീകരിച്ചു. അവന് ഭക്ഷണം നൽകി. അവനെ അവർ ശുശ്രൂഷിച്ചു. അവിടെ വെച്ച് അവൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുവാനിടയായി. സുഹൃത്ത് യേശുവിനെ പറ്റി അവനോട് പറയുവാനിടയായി. കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം അവനിൽ വളർന്നു. ഒരു ദിവസം കൂട്ടുകാരൻ അവനെ ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് കേട്ട പ്രസംഗത്തിൽ നിന്ന് തനിക്ക് മനസ്സിലായി തന്നെ നടത്തിയ പ്രകാശം ദൈവമായിരുന്നുവെന്ന്, കർത്താവ് യേശു ക്രിസ്തുവായിരുന്നുവെന്ന്. കാരണം ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുമ്പോൾ മരുഭൂമിയിൽ അഗ്നിത്തൂണായി നിന്ന ദൈവസാന്നിധ്യമാണ് തനിക്കൊപ്പം പ്രകാശമായി നിന്നതെന്ന് അവൻ ആഴത്തിലറിഞ്ഞ് മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ അവൻ ദൈവത്തോട് കൂടുതൽ അടുത്തു, കൂടുതൽ പ്രാർത്ഥിക്കുവാനിടയായി. അവൻ ദൈവത്തിനു വേണ്ടി ഒരു പോരാളിയായി മാറി. കാബു എന്ന പേര് ദൈവം അവനിൽ നിന്ന് മാറ്റിയിട്ട് അവന് പുതിയ പേർ നൽകി. അതാണ് സാമുവേൽ മോറേസ്, അല്ലെങ്കിൽ സാമുവേൽ കാബു മോറേസ്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ജീവിതവുമെല്ലാം അനേകരെ ക്രിസ്തുയേശുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ കാരണമായി. നമുക്കും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാം. നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് ആത്മീയമായി ഒരു പ്രചോദനമായി തീരട്ടെ.